അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ അസാധാരണക്കാരായ മനുഷ്യരാണെന്നും നമ്മെപ്പോലെയുള്ള സാധാരണ ശേഷികളല്ല അവർക്കുള്ളതെന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചു. ഈ വസ്തുതക്ക് ശക്തി പകരുന്ന ഒരു ഉദ്ധരണി നമുക്ക് വായിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹുൽ ബുഖാരിക്ക് എഴുതപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്ഹുൽ ബാരി. ആ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഒരു ഉദ്ധരണി രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: لأن النبوة عبارة عما يختص به النبي ويفارق به غيره. നുബുവത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകരെയും അല്ലാത്തവരെയും വേർതിരിക്കുന്ന ഘടകമാണ്, പ്രവാചകന്മാരെ പ്രത്യേകമാക്കുന്ന കാര്യമാണ്. തുടരുകയാണ്: വലഹു സിഫത്തുൻ തത്തിമ്മു ലഹു ബിഹൽ അഫ്ആലുൽ ഖാരിഖത്തു ലിൽ ആദാതി കസിഫത്തില്ലത്തി ബിഹാ തത്തിമ്മു ലിഗൈരിഹിൽ ഹറകാത്തുൽ ഇഖ്തിയാരിയ. മറ്റുള്ളവർക്ക്, സാധാരണക്കാർക്ക് അവരുടെ ഇച്ഛാനുസൃതമായിട്ട് ചലനങ്ങൾ സാധ്യമാകുന്നത് പോലെ, കൈ ഉയർത്തുക പോലത്തെ ചലനങ്ങൾ സാധ്യമാകുന്നത് പോലെ അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യമാക്കുന്ന ഒരു പ്രത്യേകമായ സിഫത്ത് നബിമാർക്കുണ്ട്. വലഹു സിഫത്തുൻ യുബ്സിറു ബിഹൽ മലായിക്കത വയുശാഹിദു ബിഹൽ മലകൂത കസിഫത്തില്ലത്തി യുഫാരിഖു ബിഹൽ ബസീറുൽ അഅമ. കാഴ്ച ശക്തിയുള്ള ഒരാൾ അന്ധനായ ഒരാളിൽ നിന്ന് എങ്ങനെയാണോ വേർതിരിക്കപ്പെടുന്നത്, അതുപോലെ മലക്കുകളെ ദർശിക്കാനും മലക്കൂത്തിൻ്റെ അഥവാ അദൃശ്യലോകത്തിൻ്റെ കാഴ്ചകൾ കാണാനും അവരെ പ്രാപ്തരാക്കുന്ന പ്രത്യേകമായ സിഫത്ത് അവർക്കുണ്ട്. അപ്പോൾ അമ്പിയാക്കൾക്ക് അദൃശ്യങ്ങൾ അറിയാനുള്ള സിദ്ധിയുണ്ട്. അത് നമ്മെപ്പോലെയുള്ള സാധാരണമായ ശേഷിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇബ്നു ഹജർ തങ്ങൾ ആ ഇബാറത്ത് തുടരുകയാണ്: വലഹു സിഫത്തുൻ ബിഹാ യുദ്രികു മാ സയകൂനു ഫിൽ ഗൈബി വയുതാലിഉ ബിഹാ മാ ഫിൽ ലൗഹിൽ മഹ്ഫൂളി കസിഫത്തില്ലത്തി യുഫാരിഖു ബിഹ ദക്കിയുൽ ബലീദ. ബുദ്ധിമാൻ മന്ദബുദ്ധിയിൽ നിന്ന് എങ്ങനെയാണോ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനും അവരെ പ്രാപ്തരാക്കുന്ന പ്രത്യേകമായ സിഫത്ത് അവർക്കുണ്ട്. ഫഹാദിഹി സിഫാത്തു കമാലാത്തിൻ സാബിത്തത്തുൻ ലിന്നബി. ഇതെല്ലാം നബിമാർക്ക് സ്ഥിരപ്പെട്ട പരിപൂർണമായ സിഫത്തുകളാണ്. അപ്പോൾ ഒരു നബി ആവണോ അസാധാരണമായ ശേഷികൾ ഉണ്ടാവണം, അസാധാരണമായ കാഴ്ചയും കേൾവി ശക്തിയും ഉണ്ടാവണം. എന്നാൽ അമ്പിയാക്കൾ അസാധാരണമായ ശേഷികൾക്ക് ഉടമകളായിരുന്നു എന്ന് പറയുന്നത് കാഫിറായി പോകുന്നതിന് കാരണമാകും എന്നാണ് വഹാബികൾ പറയുന്നത്. 1988 ഫെബ്രുവരി 19 പുറത്തിറങ്ങിയ ഷബാബ് വാരികയിൽ കേരള നദ്വത്തുൽ മുജാഹിദീനിൻ്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എം ഉസ്മാൻ എഴുതിയ ഒരു ലേഖനമുണ്ട്, മുഅ്ജിസത്തുകളിൽ പ്രവാചകന്മാർക്ക് നിയന്ത്രണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിലിങ്ങനെ പറയുകയാണ്: പ്രവാചകന്മാർ സാധാരണ മനുഷ്യപ്രകൃതിയുള്ള മനുഷ്യരായിരുന്നു എന്ന് പറയുന്നവരല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക. നേരെ മറിച്ചാണ് സംഗതിയുടെ കിടപ്പ്, മന്ത് മറ്റേ കാലിനാണ് എന്ന്. ഈ ഒരു ലേഖനത്തിൻ്റെ ആദ്യ ഭാഗം ഫെബ്രുവരി 12 പുറത്തിറങ്ങിയ ഷബാബ് വാരികയിൽ ഡോക്ടർ ഉസ്മാൻ എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്: സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. നോക്കണം നിങ്ങൾ, നബിമാർക്ക് അസാധാരണമായ കാഴ്ചയോ കേൾവിയോ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഇവർ പാടുപെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെയധികം കടുപ്പത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്മത്തിനെ കുറിച്ച്, പാപ സുരക്ഷിതത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് വഹാബിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. 2010 ജൂലൈ മാസത്തിൽ പുറത്തിറങ്ങിയ വഹാബികളുടെ ഔദ്യോഗിക മാസികയായ അൽമനാറിൽ എഴുതി വെച്ചത് പ്രവാചകരുടെ ചിന്തയിൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാണ്. പ്രവാചകന്മാരിൽ നിന്ന് ചെറുദോഷങ്ങൾ സംഭവിക്കാം എന്നുമാണ്. ഇനിയും ഉദാഹരണങ്ങളുണ്ട്. 1971 ഓഗസ്റ്റ് മാസം പുറത്തിറങ്ങിയ സൽസബീലിൽ ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്: പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ
വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഇത് അവരുടെ ഒരു പ്രധാന ഇബാദത്തും ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസേന 70 പ്രാവശ്യം, ഒരു റിവായത്ത് പ്രകാരം 100 പ്രാവശ്യം അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും മാപ്പിരക്കുകയും ചെയ്യുക പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനെ അവിടുന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവായിട്ട് വഹാബികൾ ഉദ്ധരിക്കുകയാണ്. അമ്പിയാക്കളുടെ പാപസുരക്ഷിതത്തെ ചോദ്യം ചെയ്തു. അവർ സാധാരണക്കാരാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഇങ്ങനെ ഒരു മനസ്ഥിതി ഉള്ളത് കൊണ്ടാണ് 1981 ഡിസംബറിലെ പ്രബോധനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എഴുതുമ്പോൾ അവർ ഇങ്ങനെ എഴുതി വെച്ചത്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിൻ എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ ചരിത്ര പ്രസിദ്ധമാണ്. അതിനെല്ലാം ഒറ്റയടിക്ക് തള്ളിക്കൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. വളർന്നു വലുതായതും അങ്ങനെ തന്നെ. മുൻ പ്രവാചകന്മാരെ പോലെ അദ്ദേഹവും പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ അവധി എത്തിയപ്പോൾ സാധാരണ മനുഷ്യർ മരണപ്പെടുന്നത് പോലെ അദ്ദേഹവും മരണപ്പെട്ടു. ഇതൊക്കെ അവിതർക്കിതമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഒരു സാധാരണക്കാരൻ പോലെയായി ചിത്രീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. അഹ്ലു സുന്നത്ത് ഉറച്ചു വിശ്വസിക്കുന്നത് ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾ അവർ അസാധാരണമായ ശേഷികൾക്ക് ഉടമകളായിരുന്നു എന്നാണ്. അള്ളാഹു അഹ്ലു സുന്നത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബിദ്അത്തിന്റെ കെണിവലകളിൽ നിന്ന് അള്ളാഹു നമുക്ക് ഏവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.